ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പെഹൽഗാം ആക്രമണത്തിന്റെ 8ാം ദിവസമാണിന്ന്. സൈന്യത്തിന് തിരിച്ചടി സ്വയം തീരുമാനിക്കാമെന്ന് പറഞ്ഞതിന്റെ 2ാം ദിനത്തിൽ സൈനിക നീക്കം ഉടനെന്ന സൂചന നൽകി നാവികസേന യുദ്ധക്കപ്പലുകളുടെ ഫോട്ടോ പങ്കുവച്ചു. കശ്മീരിൽ ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഭീകരാക്രമണം പുനരാവിഷ്കരിച്ചു. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്നത് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ അഴിച്ചുപണിയാണ്. മുൻ റോ മേധാവി അലോക് ജോഷി ചെയർമാനായുള്ള സമിതിയിൽ വിരമിച്ച മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമുണ്ട്. അതിർത്തിയിലും കടലിലുമുള്ള കാഴ്ചകൾ നൽകുന്ന സൂചനയെന്താണ്? പടയൊരുക്കമോ എന്നതാണ് ചോദ്യം. ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, കേണൽ സുരേഷ് നാരായണൻ കരസേന മുൻ ഉദ്യോഗസ്ഥൻ, TP ജയചന്ദ്രൻ BJP പ്രതിനിധി, PM നാരായണൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ കേണൽ സുരേഷ് നാരായണനിലേക്ക് പോവുകയാണ്. കേണൽ സുരേഷ് നാരായണൻ, ഇപ്പോൾ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തിരിച്ചടിക്കുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി പലതവണയായി പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു. സൈന്യത്തിന് സ്വയം തീരുമാനിക്കാം എങ്ങനെ വേണം എന്നുള്ള പ്രതികരണവും ഇന്നലെ നടത്തി. ഇന്നത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല യോഗങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം ഒരു തീരുമാന പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. അപ്പോൾ തിരിച്ചടിയുടെ സ്വഭാവം ഇനി എങ്ങനെയായിരിക്കുമെന്നാണ് അനുമാനിക്കേണ്ടത്? വളരെ നന്ദി സുജയ. തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലാസിക്കൽ കേസിൽ നമ്മൾ ഉടനെ തന്നെ തോക്കും പട്ടാളവും കൊണ്ട് പാകിസ്ഥാനെ ആക്രമിക്കുകയോ അതോ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ POK എന്നെ തിരിച്ചു പിടിക്കുകയോ അത് സംഭവമല്ല. അത് ഒരു ക്ലാസിക്കൽ വാർ, ഒരു യുദ്ധം, അതിന് വേണ്ടിയിട്ട് അത് ഭയങ്കര കോസ്റ്റ്ലി ആവും. അത് നമുക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാക്കും. കണ്ടമാനം പ്ലാനിങ്ങും കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുക. ഇത് പെട്ടെന്നുള്ള നീജർക്ക് റിയാക്ഷനിലും ഇത് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നുള്ള ആവേശത്തിൽ നമ്മളിങ്ങനെ പ്രലോഭിതനായിട്ട് ഇങ്ങനെ ആക്രമിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ തന്ത്രപ്രധാനമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ ഡിപ്ലോമാറ്റിക്, എക്കണോമിക്, പിന്നെ മിലിറ്ററി, അങ്ങനെ 3 ഘട്ടത്തിലും നമ്മൾ ഒരുപാട് ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് ഈ യുദ്ധത്തിനെ നമ്മുടെ ഒരു യുദ്ധം തന്നെ പറയാം, ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുക. ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് എയിം എന്താണ്? പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ബേസിസ്, അത് നമ്മൾ ഷുവറായിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് സമയം വന്ന് നമ്മൾ പട്ടാളത്തിൽ പറയും ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഓൺ ചൂസിങ് ആൻഡ് ഓൺ ടൈം എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യും. അല്ല അവർ സെലക്ട് ചെയ്ത ഗ്രൗണ്ടിലല്ല, നമ്മൾ സെലക്ട് ചെയ്യും. നമ്മുടെ സമയം നമ്മൾ സെലക്ട് ചെയ്യും. ആ സമയത്താണ് നമ്മൾ ഈ യുദ്ധത്തിന് പുറപ്പെടുക. അതുമാത്രമല്ല, ഇതിപ്പോൾ ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിന്ധു ജല കരാർ, അവർ നമ്മുടെ കെണിയിൽ വീണു. ഷിംല കരാർ റദ്ദാക്കി. അത് ഷിംല കരാർ ആസ് സച്ച് അത് നമുക്ക് ഫേവറബിൾ ആയിരുന്നില്ല. നമ്മൾ ഓർക്കണം, അത് ആ സമയത്ത് നമ്മൾ ഒരു 91,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അവരിനെ ഉടനെ തന്നെ വിത്തിൻ 1 ഇയർ നമ്മൾ റിലീസ് ചെയ്തു. ഒരു കൊല്ലമായിട്ടില്ല, 6-7 മാസം. അപ്പോൾ നമ്മൾ ഇതിഹാസത്തിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ഫിനിഷ് ആയപ്പോൾ ഫ്രഞ്ച് ആർമി 7.5 ലക്ഷം ജർമ്മൻസിനെ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചയച്ചത്. അവർ ഈ പ്രിസണേഴ്സ് ഓഫ് വാറിനെ അവർ ഉപയോഗിച്ച് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ തന്ത്രപ്രധാനമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടില്ല. ഷിംല എഗ്രിമെൻറ്റ് വി ലോസ്റ്റ് ലോട്ട് ഓഫ് ലാൻഡ്, 5,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ലാൻഡ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തു. പിടിച്ചെടുത്തത് ലാൻഡ് എല്ലാം തിരിച്ചു കൊടുത്തു. അതുമാത്രമല്ല, പാകിസ്ഥാൻ നേരെ ആവാനുള്ള ഒരു സ്വഭാവവും കാണിക്കണില്ല. അവർ ഏത് സമയവും നമ്മളുടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, പാകിസ്ഥാൻ എവിടെ കിടക്കണു, നമ്മളെവിടെ കിടക്കണം. വി ഹാവ് പ്രോഗ്രസ്ഡ്. നമ്മൾ ആകെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒരു കിലോ നാണയക്കറിപ്പ് 45-50% ആണ്. 1 കിലോ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ 150-200 രൂപ. ഇവിടെ 20-30 രൂപയ്ക്ക് കിട്ടുന്ന സാധനം. അത് നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ മുന്നോട്ടാണ്. പക്ഷേ
ഇതിനെ ഈ ഞെരക്കി കൊല്ലുക എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഫുഡ് ഐറ്റംസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അതുപോലെ ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ട്, എല്ലാ ഐറ്റംസിന് ഷോർട്ടേജ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഈ ആൻറ്റി ഗവൺമെൻറ് ഫീലിംഗ് ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ. പക്ഷേ അതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർമി ഡോമിനൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഈ പബ്ലിക് ഷുഡ് ടേൺ അഗെയിൻസ്റ്റ് ദി ആർമി. അത് പയ്യെ നമുക്ക് കാണാനുണ്ട്. എക്സിലും ഇവരുടെ നമ്പർ ഓഫ് മേമേ ഉണ്ടാക്കണത്, അതിൽ പാകിസ്ഥാൻ ആർമിയുടെ ചീഫിനെ കളിയാക്കണു. അതുപോലെ ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഈ 75-76 കൊല്ലത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പാകിസ്ഥാൻ ചീഫിനെ പറ്റിയിട്ട് പറയുന്നത് അയാൾ നാട് വിട്ടു പോയി എന്നാണുള്ള മെമയാണ് വരുന്നത്. അതായത് പാക് ജനത തന്നെ പാക് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കാഴ്ച. ഞാൻ വരാം. ശ്രീ PM നാരായണൻ, താങ്കൾ യുദ്ധകാല സമയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. ഈ ദേശീയ രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി യോഗം എന്നുള്ളത് അപൂർവമായി നടക്കുന്നതാണ്. ഇന്നിപ്പോൾ ബാലാക്കോട്ടിന് ശേഷം അങ്ങനെ ഒരു യോഗം ചേർന്നു. അതിനുശേഷമാണ് ഒരു തിരിച്ചടി നൽകിയിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിന് ശേഷം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതല്ലാത്ത രീതിയിലുള്ളൊരു തിരിച്ചടിക്കാണ് ആലോചിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരു യുദ്ധ സാഹചര്യം, യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കാലത്തും ഇതിലും വലിയ ആക്രമണങ്ങൾ നടന്ന സമയത്തും ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല, സംയമനം പാലിച്ചിട്ടുണ്ട്. പക്ഷേ സഹിക്കാവുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ള പ്രതികരണം നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്ന് വരുന്നുമുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി എന്നുള്ളത് ഈ ഭീകരരെ തിരഞ്ഞുപിടിച്ച് അവരെ തീർക്കുക എന്നതായിരിക്കുമോ, അതല്ല ആ സർക്കാരിനും ആ രാജ്യത്തിനുമെതിരായ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് പോകുമോ? എന്താണ് തോന്നുന്നത്? ശ്രുതി ഇന്നലെ തന്നെ ഇത് വ്യക്തമാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ. എന്ന് വെച്ചാൽ ടാർജറ്റും ടൈമും സെലക്ട് ചെയ്യാനുള്ള പരിപൂർണ അധികാരം ഇന്ത്യൻ ആർമിക്കുണ്ട് എന്നത്. ഇത് വളരെ അപൂർവമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അതായത് ആർമിയിലെ പലരുമായി സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാലും നമ്മളെ കൈയും കാലും കെട്ടിയിട്ട് യുദ്ധത്തിന് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഇത്രയും ഒരു ഫ്രീ കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു അവസരം പ്രധാനമന്ത്രി ആർമിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർമി ആ സമയവും സന്ദർഭവും നോക്കി പ്രതികരിക്കും എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് നിലപാട്. അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഈ കാബിനറ്റ് ഇതിന്റെ ഡിസിഷൻസ് ഒക്കെ വന്ന അതിന്റെ വിശദീകരണത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പ്രധാനമായും പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റിൽ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റഷ്യയിലെ വിക്ടറി പരേഡിന് രാജ്നാഥ് സിംഗ് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള ഒരു നിലപാടിലാണ് ഗവൺമെന്റിന്റെ മറ്റ് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗിവൺ ദ ഫാക്ട് ദാറ്റ് ആർമി ഹാസ് ഗിവൺ ഫുൾ കൺട്രോൾ, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള സ്ഥലത്ത് എന്താണെങ്കിൽ ചെയ്തോളാം പറഞ്ഞുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ആർമിയുടെ ഇപ്പോൾ സൗകര്യമുള്ള ടാർഗറ്റ് എന്നത് കാശ്മീരിലെ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സിംപതൈസേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ തന്നെ അതിന്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് തീവ്രവാദി ബന്ധമുള്ള ആളുകളുടെ വീടും മറ്റുള്ള സാധനങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതായത് കാശ്മീരിനകത്ത് ഇന്റേണലി ഉള്ള നെറ്റ്വർക്കുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ആർമിയുടെ ഒരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആർമി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റീവ് അല്ല. കാരണം ആർമിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രെഡിക്റ്റീവ് ആവുന്ന സമയത്ത് ആർമിയുടെ പരാജയമായിട്ട് വേണം നമുക്ക് കാണാനുള്ളത്. പക്ഷെ ഇതിനകത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാലും പാകിസ്ഥാൻ എന്നത് ഒരു കൺവെൻഷണൽ വാർ അല്ല. പാകിസ്ഥാനോട് അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, പാകിസ്ഥാനിലെ ഭീകരരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 2 രാജ്യങ്ങളാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനിലെ ഭീകരരും തമ്മിലുള്ളതാണ് യുദ്ധം. ഈ പാകിസ്ഥാനി ഭീകരർക്ക് പാകിസ്ഥാൻ സ്റ്റേറ്റിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഈ ഭീകരരെ തുരത്തണമെങ്കിൽ നമ്മൾ കൺവെൻഷണൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നുന്നില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ടാണ് ഇന്ത്യ ഈ സ്ട്രാറ്റജിക് ഇത് ഡിലേ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഡിപ്ലോമസിയിൽ ഇപ്പൊ സിന്ധു നദീജല കരാറിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ഭീകര പ്രവർത്തനം എന്നുള്ളത് പാകിസ്ഥാനിൽ കഴിഞ്ഞ 10, 30, 40 വർഷമായിട്ട് നമ്മൾ നിരന്തരം കണ്ടതാണ്. 2001 പാർലമെന്റ് അറ്റാക്ക് കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് അനേകം ബോംബ് ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്, ബോംബെ ആക്രമണം കണ്ടിട്ടുണ്ട്. അപ്പം ഈ പാകിസ്ഥാനി ഭീകരരെ നമുക്ക് നിലക്കി നിർത്തണമെങ്കിൽ അതിന്റെ ഒരു കൺവെൻഷണൽ വാറിന്റെ സ്ട്രാറ്റജി അല്ല ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആർമിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഒരു
സ്ലോ സ്റ്റഡി ആയിട്ടുള്ളൊരു ഒരു മുന്നേറ്റം വയ്ക്കുന്നത്. മിസ്റ്റർ പി എം നാരായണൻ, അത് മാത്രമാണോ പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ നമുക്ക് തെളിവുകൾ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്, പക്ഷെ അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അതിന്റെ കൃത്യമായ തെളിവുകളാണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പോൾ അത് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ UN-ലടക്കം നമ്മൾ തെമ്മാടി രാഷ്ട്രം എന്ന പാകിസ്ഥാനെ ശക്തമായി വിമർശിക്കുമ്പോൾ പിന്തുണ നമുക്ക് ശക്തമായി കിട്ടിയത് റഷ്യയുടെ പിന്തുണ മാത്രമാണ്. അവിടെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ അങ്ങനെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. UN ആയാലും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള പരാതി നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു വസ്തു നിൽക്കുന്നു. ഇനി ഏഷ്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അതിൽ ബംഗ്ലാദേശ് വരുന്നു. ബംഗ്ലാദേശ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തതിൻ്റെ പേരിൽ നമ്മളോട് എതിർപ്പുണ്ട്. അപ്പുറത്ത് ചൈന പാകിസ്ഥാന് സഹായം നൽകുന്നുണ്ട്. ചൈന ശ്രീലങ്കയ്ക്ക് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ആകുമോ എന്നൊരു ആശങ്കയും അവിടെ നിൽക്കുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്തുണ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇതിൽ വളരെ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അടുക്കുമ്പം ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ അകലാനുള്ള പല ടൂൾസും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ഇത്തരത്തിലുള്ള വാറിനകത്ത് ഈ ലോകരാജ്യങ്ങളുടെ സഹായം എന്നത് ഒരു മോറൽ സഹായം എന്നതിനപ്പുറത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ പാകിസ്ഥാനിലെ ഭീകരരെ അടിച്ചമർത്തുക എന്നുള്ളത്. അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്നുള്ള ഒരു ബോധ്യവും എനിക്കില്ല. പക്ഷെ റഷ്യക്ക് ചിലപ്പം ഒരു സിമ്പതൈസ് ചെയ്യാൻ പറ്റും, അമേരിക്കയ്ക്ക് പറ്റാൻ പറ്റും, വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാകിസ്ഥാന്റെ അവസ്ഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് ചൈന സഹായിക്കുമെന്നുള്ളത്. അതിനുള്ള കാരണങ്ങളും ഞാൻ പറയാം. കാരണം ചൈനക്ക് വേണമെങ്കിൽ പാകിസ്ഥാന് തോക്ക് കൊടുക്കാൻ പറ്റും, ചില ഫൈറ്റർ ട്രെയിനിങ്സ് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈന ഡയറക്റ്റായിട്ട് ഇത്തരത്തിലുള്ളൊരു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനകത്ത് ഇടപെടാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുമായി ചൈനയ്ക്കുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് $1 ട്രില്യൺ ആണ്. മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ കച്ചവടം എന്നതിൽ ഇപ്പൊ ഇന്ത്യ കൂടെ കച്ചവടത്തിൽ മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ചൈനയുടെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. US-ഉം വെസ്റ്റേൺ കൺട്രീസും ഈ ട്രേഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പോലെ $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റുള്ള രാജ്യത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പാകിസ്ഥാനെ സഹായിച്ചാൽ കിട്ടുന്ന ലാഭത്തെക്കാൾ കൂടുതൽ ഒരു ന്യൂട്രലായി നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ലാഭമുണ്ട് എന്നുള്ള തിരിച്ചറിയുന്നത് ആ രാജ്യത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത്, ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, പാകിസ്ഥാനിലേക്ക് നേരിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ത്യക്കെന്നും. പാകിസ്ഥാനിന്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്നത് വളരെ ഭീകരമാണ് ശ്രുതി. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആണ് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ബോർഡറിൽ നടക്കുന്നത്. അതായത് ബലൂചിസ്ഥാൻ, ഖൈബർ പഷ്തൂൺഖ്വ, മൊത്തം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. ഈ ഒരു കാലത്ത് നമ്മൾക്ക് ധാരണ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും താലിബാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു 15 ലക്ഷം അഫ്ഗാൻ റെഫ്യൂജീസിനെ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചയക്കാനുള്ള, അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം 80,000 അഫ്ഗാൻ റെഫ്യൂജീസിനാണ് പാകിസ്ഥാൻ തിരിച്ചയച്ചത്. ഇത് അഫ്ഗാനിസ്ഥാന് താങ്ങാവുന്നതല്ല. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ അകത്തുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി അത് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ ശ്രീ മോഹൻ വർഗീസിലേക്ക് പോകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, തിരിച്ചടി എങ്ങനെയായിരിക്കും? തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ഏത് രൂപത്തിലാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സ്മൃതി യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം കൂടിയ ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതി, അതുപോലെ ഈ സൈനിക മേധാവികളുമായി രാഷ്ട്രീയ നേതൃത്വം നടത്തിയ ചർച്ച, ഇതിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ ഇതാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം ചേർന്ന് സൈനിക നേതാക്കളോട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യം ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നടന്ന ഒരു ആക്രമണത്തിന് എതിരെ, അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ന്യായവും ഉചിതവും ആയ ഒരു മറുപടി ഉണ്ടാവണം എന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് സൈനിക നേതൃത്വത്തോട് കൺവേ ചെയ്യുകയാണ്. 2, സൈനിക നേതൃത്വത്തിന്റെ കഴിവിലുള്ള പൂർണ്ണമായ വിശ്വാസം രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വത്തോട് തുറന്നു പറയുകയാണ്. സർവ്വസജ്ജമാണ് സൈന്യം, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്നാണ്. 3-ാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് തീരുമാനിക്കാം സമയവും നേരവും ഇടവും എങ്ങനെയെന്നതും നിങ്ങൾക്ക് തീരുമാനിക്കാം.
ആ രീതിയിലുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ നയപരമായി ഉണ്ടായിട്ടുള്ളത്. ഇനി അതിന്റെ ഈ ലോജിസ്റ്റിക്സിലേക്കും അതിന്റെ നടത്തിപ്പ് വശത്തേക്കും വരിക. ഇവിടെ വരാൻ പോകുന്നത് കഴിഞ്ഞ നമ്മുടെ മുൻപിലുള്ളത് ഈ 3 മഹായുദ്ധങ്ങളും, അതായത് 1947 യുദ്ധം, 65 യുദ്ധം, 71 ബംഗ്ലാദേശ് യുദ്ധം. ഈ 3 യുദ്ധങ്ങൾ അത് ആർമീസ് തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതേസമയം കാർഗിൽ അതിർത്തി പോരാട്ടമായിരുന്നു. അതേസമയം സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. 2016 ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി നടത്തിയത് സർജിക്കൽ സ്ട്രൈക്കാണ്. നമ്പർ 1. നമ്പർ 2 സർജിക്കൽ സ്ട്രൈക്ക് 2019 നടത്തിയ ബാലാക്കോട്ട് ആക്രമണമാണ്. പുൽവാമയ്ക്ക് ബദലായി നടത്തിയ ബാലാക്കോട്ട് ആക്രമണമാണ്. അത് ഏറിയൽ ആക്രമണമാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തോതിലും തലത്തിലും ഇടത്തുമുള്ള ആക്രമണമാകാം ഒരു പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു സർപ്രൈസ് എലമെന്റ്. അതുകൊണ്ടാവണം എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ നാവിക ഉദ്യോഗസ്ഥനൊന്നുമല്ല, പക്ഷേ ഞാൻ ഒരു നാവിക യുദ്ധത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പാകിസ്ഥാൻ കാണുന്നു. അവരെ ആ രീതിയിലുള്ള അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ നാവികസേനയോട് സർവ്വസജ്ജമാകാൻ പറഞ്ഞിരിക്കുകയാണ്. മിസൈൽ പരീക്ഷണങ്ങളും അതുപോലെ നാവിക കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾക്കകത്തൊക്കെ നാവികസേനയുടെ ഒരു ഡിറ്റർമിനേഷൻ കാണുന്ന വാക്കുകളാണ് അതിന്റെ അടിക്കുറിപ്പായി പറയുന്നത്. ഇവിടെ നാവികസേനയെക്കുറിച്ച് എന്താണ് ആ അടിക്കുറിപ്പിൽ പറയുന്നത്? ഇതാണ്: ഒരു ദൗത്യവും അകലെയല്ല. നാവികസേന പറയുകയാണ് ഒരു ദൗത്യവും അകലെയല്ല. അതുപോലെ അത്ര വലിയ വിശാലത ഒരു കടലിനുമില്ല. അപ്പൊ കടലിന്റെ ആഴപ്പരപ്പിൽ പോയി രക്ഷപ്പെടാം എന്ന് പാകിസ്ഥാൻ ആലോചിക്കേണ്ട. വടക്കൻ അറേബ്യൻ കടൽ മേഖല അശാന്തമാകാൻ പോവുകയാണ്. അതിനർത്ഥം കറാച്ചി മേഖല അല്ലെങ്കിൽ ദക്ഷിണ പാകിസ്ഥാൻ മേഖലയിലേക്ക് ഒരുപക്ഷെ ഒന്നുകിൽ ഉപരോധം അല്ലെങ്കിൽ ആക്രമണം ആവണമെന്നില്ല. ഒരുപക്ഷെ സാമ്പത്തികമായി പാകിസ്ഥാനെ പരമാവധി ഞെരുക്കുന്ന രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നതാവാം. അതിന് സ്വാഭാവികമായ റിപ്പർക്കഷൻസ്, റിറ്റാലിയേഷൻ ഉണ്ടാകും ചൈനയുടെ ഭാഗത്തു നിന്ന്. കാരണം അവിടുത്തെ തുറമുഖങ്ങൾ, കറാച്ചി തുറമുഖമാകട്ടെ അല്ലെങ്കിൽ ഗദ്ദാർ തുറമുഖമാകട്ടെ, പാകിസ്ഥാന്റെ ദക്ഷിണ തുറമുഖങ്ങളാണ്. ഈ തുറമുഖങ്ങളുടെ വികസനത്തിനായി ചൈന വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കാരക്കോറം ഹൈവേയിലൂടെ കടന്നു വരുന്ന ആ ഒരു ഈ പാകിസ്ഥാൻ ചൈന ഇക്കണോമിക് കോറിഡോർ, അത് പാകിസ്ഥാന്റെ ജീവനാഡി മാത്രമല്ല, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ വാം വാട്ടർ പോർട്സിലേക്കുള്ള ഒരു ആക്സസ് പോയിന്റ് കൂടിയാണത്. അതൊരു സ്ട്രാറ്റജിക് റെലവൻസ് ഉള്ള ഒരു പ്രദേശത്തെ നാവിക ഉപരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ചൈന അത്ര സഹിച്ച് ഇരിക്കണം എന്നില്ല. അതൊരു കാര്യം. 2, ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി ഇന്ത്യയെ നാലുപാടും നിന്ന് തുറമുഖ സഹായത്തിലൂടെ അയൽ രാജ്യങ്ങളെ, ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമില്ലാത്ത ഇപ്പോൾ ബന്ധവശളായ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നാവിക സഹായം, അവരുടെ പോർട്ട്സ് വികസിപ്പിക്കാൻ, ഹമ്പൻതോട്ട പോർട്ട് അത് ശ്രീലങ്കയിൽ, അതുപോലെ ചിറ്റഗോങ് തുറമുഖം അത് ബംഗ്ലാദേശിൽ, മാലദ്വീപിലെ തുറമുഖങ്ങൾ എല്ലാം വികസിപ്പിക്കാനായി വൻ തുക ചെലവഴിച്ച രാജ്യം കൂടിയാണ് ചൈന. അങ്ങനെ ചൈനയ്ക്ക് ഒരു നേവൽ പ്രസൻസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഉണ്ട് എന്നത് വളരെ നിസ്തർക്കമായ കാര്യമാണ്. അതിന് ഒരു മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. ക്വാഡ് എന്ന സഖ്യമൊക്കെ ഉണ്ട്. ഈ സഖ്യമെല്ലാം വെറും സാങ്കേതികം മാത്രമാണ്, അക്കാഡമിക് മാത്രമാണ്. അത് നാവിക അഭ്യാസത്തിന് മാത്രമുള്ളതാണ്. അത് ഒരു നാവിക സഖ്യമല്ല, സൈനിക സഖ്യമായി കരുതാനാവില്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ഈ സഖ്യം. അതുകൊണ്ടാണ് പുതിയ രൂപത്തിലുള്ള തിരിച്ചടിക്കുള്ള സമയമായി അതിലുള്ള വിറളി പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒക്കെ ഇപ്പോൾ മുറവിളി കൂട്ടുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ നമ്മൾ കണ്ടു. പാകിസ്ഥാന്റെ 3 മന്ത്രിമാർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും ഒരാക്രമണം പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതേസമയം വളരെ വളരെ പക്വമായിട്ടാണ് സ്മൃതി ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പ്രസ്താവനകൾ നടത്തുന്നത്. അവർ സൈന്യത്തെ കോൺഫിഡൻസിലെടുക്കുന്നു, അവർ ജനതയെ കോൺഫിഡൻസിലെടുക്കുന്നു, സമയക്രമം തീരുമാനിക്കാനുള്ള അവകാശം സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നു. ശാന്തമായ പക്വമായ ഒരു കാര്യമാണ്. അതാണ് ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്. ഇന്ത്യ പാകിസ്ഥാനെ ഐക്യരാഷ്ട്ര സംഘടനയിൽ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് റോഗ് സ്റ്റേറ്റ് എന്നാണ്, തെമ്മാടി രാഷ്ട്രം. ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തെമ്മാടി രാഷ്ട്രത്തിന് മറുപടി കൊടുക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ മെത്തേഡ്സ് ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കുമോ, അതോ അവരുപയോഗിക്കുന്ന അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ നയപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആക്രമണത്തെക്കുറിച്ച് സിവിലിയൻ പോപ്പുലേഷന് ഇപ്പോൾ ഒരു ഊഹവും കിട്ടില്ല. നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ കഴിയൂ. പക്ഷേ മാതൃകാപരമായിരിക്കും, ശക്തമായിരിക്കും, മറുപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല എന്ന രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പ്രസ്താവന നടത്തുന്നത്.
മന്ത്രിസഭായോഗമായിരുന്നു. അതിനു മുമ്പ് പ്രധാനപ്പെട്ട പല യോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും യോഗശേഷം നടത്തുന്ന പ്രതികരണത്തിൽ ഈ പാകിസ്ഥാന് നൽകുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ജാതി സെൻസസ് നടത്തും എന്നൊരു പ്രഖ്യാപനമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? സ്മൃതി, പാകിസ്ഥാനുമായി അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലുണ്ടായ ദുഃഖകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി എന്താണ് എന്നതാണ് നമ്മുടെ ചർച്ച. തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി നയതന്ത്ര രംഗത്തുള്ള തിരിച്ചടിയും സാമ്പത്തിക രംഗത്തുള്ള തിരിച്ചടിയും വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ പരസ്പരം പുറത്താക്കിയും പിൻവലിച്ചും ആദ്യഘട്ടത്തിൽ ഭാരതത്ത് തുടക്കം കുറിച്ചു. തൊട്ടടുത്ത് രാജ്യാതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാനെ ഏൽപ്പിച്ച സാമ്പത്തികാഘാതം അവിടെ താങ്ങാവുന്നതിലപ്പുറമാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിലാണ് നയപരമായ രംഗത്തുണ്ടായ ചില നിലപാടുകളിൽ കർശനമായ നടപടികൾ എടുത്തു. ആ നടപടികൾക്കൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെയും രാജ്യത്തെ മുഴുവൻ ജനതയെയും വിശ്വാസം എടുത്തുകൊണ്ടുള്ള കൃത്യമായ നടപടികളാണ് കഴിഞ്ഞ 7 ദിവസം ഭാരത സർക്കാർ പൂർത്തിയാക്കിയത്. ആ പൂർത്തിയാക്കിയതിൻ്റെ ഫലവും നമ്മൾ ഏതാണ്ട് കണ്ടു തുടങ്ങി. മാനസികമായി ആ രാജ്യം തകർന്നിരിക്കുന്നു. സ്മൃതി, ഇന്ന് എടുത്തത് ഇന്ത്യയിലെ ഭരണകൂടം മാനസികമായി ഏതവസ്ഥയിലാണ് എന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതിയിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല, മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ ജനങ്ങൾ ഭയവിഹ്വലരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ലഭ്യമായ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവിടെ സൈനിക തലത്തിലും അർദ്ധ സൈനിക തലത്തിലുമുള്ള നേതൃത്വത്തിന് ധാർമ്മികമായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരേതാണ്ട് ഒളിച്ചോട്ടത്തിലേക്ക് ഉള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ ജനത സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. മാത്രവുമല്ല, രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നടപടികളുമായി മുന്നോട്ട് പോകും. പ്രതിരോധ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രതിരോധ മേഖലയിൽ ആവർത്തിക്കുക, നയതന്ത്ര രംഗത്ത് ചെയ്യേണ്ടത് നയതന്ത്ര രംഗത്ത് ചെയ്യുക, വൈദേശിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് കൃത്യമായിട്ട് ചെയ്യുക. അത് ഒരു തരത്തിലും ഭാരതത്തെ അസ്വസ്ഥമാക്കിയിട്ടില്ല എന്നും അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം ഒരു കാര്യം വ്യക്തമാക്കുന്നു രാഷ്ട്രീയമായിട്ട്, സ്മൃതി. ഒന്ന്, 6 പതിറ്റാണ്ട് ഇന്ത്യ രാജ്യം ഭരിച്ച കക്ഷിയുടെ ഇന്നത്തെ നേതാവിന് ആ കക്ഷിക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയോ അവർ അവഗണിക്കുകയോ ചെയ്ത ഒരു കാര്യത്തിൽ നിലവിലുള്ള സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിൽ അവർ ആഹ്ലാദിക്കുന്നു. അവരുടെ വീഴ്ചയല്ലേ ഇത് തുറന്നു കാണിക്കുന്നത്? അങ്ങനെയല്ല ജാതി സെൻസസ് എന്ന ആശയവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുമ്പോൾ, കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആ വിഷയം ശക്തമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പിഴവ് പറ്റി, ആ പിഴവ് തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. മറിച്ച് നിങ്ങളാകട്ടെ ആ തെരഞ്ഞെടുപ്പിലുടനീളം ജാതി സെൻസസ് ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ആശയമാണ് എന്നാണ് പ്രസംഗിച്ചിരുന്നത്. ഇനി താങ്കൾക്ക് പറയാം. സ്മൃതി പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ ഒരുപക്ഷെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗത്തെയും അധസ്ഥിത വിഭാഗത്തെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും കൈപിടിച്ചുയർത്തി മുഖ്യധാരയിൽ എത്തിക്കുന്ന കാര്യത്തിലായിരുന്നില്ല ഇവർക്ക് താല്പര്യം. ഇവർക്ക് മറ്റു പല വിഷയങ്ങളിലുമായിരുന്നു. ഭരണഘടനയെപ്പോലും മാറ്റിമറിക്കാനുള്ള മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ കാലത്ത് പോലും ചെയ്തില്ലെന്ന് മാത്രമല്ല, മണ്ഡൽ കമ്മീഷൻ നടപടികൾ വൈകിച്ചു, പിന്നോക്ക കമ്മീഷൻ അർഹതമായ കാര്യങ്ങൾ ചെയ്തില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുമായുള്ള വ്യത്യാസം, സംവരണത്തിലോ പ്രത്യേകമായ സംവരണത്തിൽ നൽകുന്ന കാര്യത്തിൽ വിഭിന്നമായിട്ട് സംവരണം ഒന്നിനും പരിഹാരമല്ല. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുക. 1000 പേരുള്ളിടത്ത് 100 തസ്തികയോ 100 അവസരങ്ങളോ നൽകിയിട്ട് അതിൽ 20% സംവരണം കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ പുറത്താവുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ രാജ്യത്ത് 1000 പേരാണ് അർഹരായ ആളുകളെങ്കിൽ 1100 അവസരങ്ങളാണ് രാജ്യം സൃഷ്ടിക്കേണ്ടത്. ആ 1100 അവസരങ്ങൾ രാജ്യം സൃഷ്ടിക്കുമ്പോൾ അത്തരം സംവിധാനങ്ങൾക്ക് അവർക്ക് കൈപിടിച്ചു ഉയർത്താൻ അവസരം നൽകുക. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് OBC കമ്മീഷന് ഭരണഘടനാപരമായ പദവി നൽകി. ഭരണഘടനയിൽ പോലും അതിന് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തി. മറുപക്ഷത്തോ മണ്ഡൽ കമ്മീഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ വൈകിച്ചവർ, ജാതി സെൻസസിന് തുരങ്കം വെച്ചവർ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വാജ്പേയി ഗവൺമെൻറ് തുടക്കം കുറിച്ചപ്പോൾ പോലും സഹകരിക്കാത്തവർ, ഈ വൈകിയ വേളയിൽ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുകയാണ്.
ശ്രീ ടി പി ജയചന്ദ്രൻ, നിങ്ങൾ മണ്ഡൽകാലത്തേക്ക് പോകുന്നു, നിങ്ങൾ പഴയ കോൺഗ്രസ് ഭരണത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്തേക്ക് പോയാൽ മതി. നിങ്ങളുടെ ഭരണകാലത്തിൽ തന്നെ എടുത്തിരിക്കുന്ന കാര്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഞാൻ ചോദിച്ചത്. നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണ ഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ് ജാതി സെൻസസ് എന്നാണല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. മാത്രമല്ല 2021 സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ജാതി സെൻസസ് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എന്നാണ്. ഇതൊക്കെ പറഞ്ഞ കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ജാതി സെൻസസ് നടത്തും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് വരുന്നതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രതികരണം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്നിപ്പോൾ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കാരണം കോൺഗ്രസ് അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പിഴവ് പറ്റിയെന്ന്. അപ്പോൾ ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ് ജാതി സെൻസസ് എന്ന നിലപാട് നിങ്ങളിപ്പോൾ തിരുത്തുകയാണോ ശ്രീ ടി പി ജയചന്ദ്രൻ? അല്ല, പ്രതിപക്ഷം ആ ആശയം കൊണ്ടുവരുന്നതിൻ്റെ പുറകുള്ള വികാരത്തെ ചൂണ്ടിക്കാണിച്ചു. സ്മൃതി വളരെ കൃത്യമായിട്ട് ഈ ഗവൺമെൻറ് അധികാരമേറ്റോ പറഞ്ഞ കാര്യം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. ഈ രാജ്യത്തെ അർഹതപ്പെട്ട അവസാനത്തെ പൗരനും പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ദരിദ്രനാരായണന്മാരെ മുഴുവൻ ആളുകളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ നടത്തി. 6 പതിറ്റാണ്ട് ഇന്ത്യയിൽ നടത്തിയാൽ വിഭിന്നമായിട്ട് ഒട്ടനവധി പ്രവർത്തനം തുടക്കം കുറിക്കാൻ സാധിച്ചു. അത് എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ അവലോകനങ്ങൾ നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അത് വേറിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ നിർമ്മിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. രാജ്യത്ത് നടക്കാൻ പോകുന്ന സ്ഥിതിവിവരക്കണക്കിൻ്റെ എല്ലാ മേഖലകളും ഇത് മാത്രമല്ല ഉള്ളത്. മറ്റൊരുപാട് മേഖലകളിൽ അവരുടെ വീടിൻ്റെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അവർക്ക് നൽകിയിരിക്കുന്ന ശൗചാലയങ്ങൾ ലഭ്യമായ കാര്യത്തിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും സമഗ്രമായ മേഖലകളെ പരിശോധിക്കുന്ന ഒരു സെൻസസ് ആണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യാ സെൻസസ് നടക്കുന്നു. അതിനോടൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വിഭാഗവും എത്രത്തോളമുണ്ട്, അവർക്ക് എത്രത്തോളം ഇവിടെ പ്രാതിനിധ്യമുണ്ട്, ആനുപാതികമായിട്ടാണോ അവരുടെ പ്രാതിനിധ്യം, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നില്ല എന്ന കണക്കെടുപ്പാണല്ലോ. ആ കണക്കെടുപ്പ് നടത്തണമെന്നാണല്ലോ നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നത്. അപ്പോഴാണല്ലോ നിങ്ങളിവിടെ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് തന്നെ എടുത്തു പറയുന്നു നിങ്ങൾ നടത്താൻ പോവുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന ജാതി സെൻസസിന്റെ വ്യത്യാസം എന്താണ്? ജാതി സെൻസസ് ആദ്യമായി എന്തിനാണ്? ഈ കണക്കെന്തിനാണ്? ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കുക, ഇല്ലാത്തവർ ഒട്ടും കിട്ടാത്തവർക്ക് അവർക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കുക, അവരെ കൂടി പരിഗണിക്കുക എന്നതാണല്ലോ അതിന്റെ ആശയം. അതല്ലേ അന്തസത്ത? അതല്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമായി പറയുന്നത്? അല്ല, സെൻസസ് എന്തിനാണ് എന്ന് ചോദിക്കുന്ന സ്മൃതിയോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. സ്മൃതിയോട് ഒരു കാര്യം ഞാൻ പറയാം. സെൻസസ് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായില്ലേ? ജാതി സെൻസസിനെ നിങ്ങൾ ആദ്യം ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമായി പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അത് എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുത്തുകയാണോ എന്നാണ് ചോദ്യം. സ്മൃതി, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. നിങ്ങൾ ചോദിച്ചു സെൻസസ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതല്ലേ? സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമല്ല സ്മൃതി. ഞാൻ 3 സെൻസസ് പങ്കെടുത്ത ആൾ എന്ന് പറയാം. സെൻസസിൻ്റെ മുന്നോടിയായിട്ട് ആദ്യഘട്ട സെൻസസിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച്, ഓരോ സമൂഹത്തും ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ച്, അവരുടെ ഗാർഹിക വിഷയങ്ങളെക്കുറിച്ച്, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഭാഷാപരമായ അറിവിനെക്കുറിച്ച്, അവരുടെ ഗണിതശാസ്ത്ര സംബന്ധമായ അറിവിനെക്കുറിച്ച്. സെൻസസ് എന്ന് പറയുന്നത് സമഗ്രമായ സമൂഹം ഇന്നലെ കൈവരിച്ചിരിക്കുന്ന വ്യത്യസ്ത മേഖലകളെക്കുറിച്ചുള്ള സർക്കാരിന്റെയും പൊതുജന സമൂഹത്തിനും ആവശ്യമായ അറിവുകളുടെ ശേഖരണമാണ്. ആ ശേഖരണം 2011 സെൻസസ് എടുത്തിരുന്നു, പക്ഷെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. പിന്നീട് കോവിഡ് പറഞ്ഞു, കോവിഡ് കാരണം പിന്നീട് സെൻസസ് നടന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ പോലും എനിക്ക് ഇതിൽ ശ്രീ മോഹൻ വർഗീസിന്റെ അഭിപ്രായം കൂടി തേടാനുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്നലെ RSS മേധാവി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ച, RSS മേധാവി അങ്ങോട്ട് ചെന്നുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷേ ഈ പാകിസ്ഥാനുമായുള്ള വിഷയത്തിലായിരിക്കാം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിൽ പോലും RSS മേധാവി പോയി കണ്ടിട്ടാണോ തീരുമാനിക്കേണ്ടത് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. എന്നാൽ പോലും ആ കൂടിക്കാഴ്ച അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഈ ജാതി സെൻസസ് പ്രഖ്യാപനം ഇന്നത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം, സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് ഇന്നത്തെ യോഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ക്യാബിനറ്റിന് ശേഷം അതാണ് പുറത്തേക്ക് പറയുന്നത്. ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ഡോക്ടർ മോഹൻ വർഗീസ്? സ്മൃതി, ഏറെ കാര്യങ്ങൾ വായിച്ചെടുക്കാവുന്ന ഒരു സന്ദർശനമാണ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. RSS മേധാവിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ സാധാരണഗതിയിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് നാഗ്പൂരിൽ വെച്ചാണ്.
ഇത് ഡൽഹിയിൽ വെച്ച് RSS മേധാവി നേരിട്ട് ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കണ്ട് സംസാരിച്ചതിന്റെ ഇതിവൃത്തം ഒരുപക്ഷെ ഒരു സമഗ്രമായ RSSനെ സംബന്ധിച്ചിടത്തോളം വിദേശ നയമോ ആഭ്യന്തര നയമോ മാത്രമല്ല, ഒരു സാംസ്കാരിക തനിമ കൂടിയുണ്ട്. ഒരു ജനതയുടെ ഒരു 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 പ്രതിഫലനം, പ്രത്യേകിച്ച് യുദ്ധം പോലെ ഒരു അന്തരീക്ഷം സംജാതമായി നിൽക്കുന്ന സമയത്ത് യുദ്ധം ആസന്നമാണ് എന്ന ഒരു പ്രതീതി ഇവിടെ പൊതുവെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള സ്ഥിതിക്ക് കീപ് ദ പീപ്പിൾ ടുഗെദർ, പ്രതിപക്ഷം എക്കാലത്തും മുറവിളി കൂട്ടിയ ഈ സമീപ ഭൂതകാലത്തെ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ആശയമാണ് ജാതി സെൻസസ് കൊണ്ടുവരിക എന്നത്. അത് വൈകിയോ ആരാണ് കൊണ്ടുവന്നത്, വൈകിപ്പോയതൊന്നും ഇനിയിപ്പോൾ പ്രസക്തമല്ല. ഒരു രാജ്യത്തെ ജനതയുടെ ആവിഷ്കാരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ കൺവേർജ് ചെയ്യുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് കാണുകയുണ്ടായി, ലൈവായിട്ട് നമ്മളെല്ലാവരും കണ്ടല്ലോ. അതിനകത്ത് പറയുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ ആശയമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ BJPയുടെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ കക്ഷി ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ്, ആ കക്ഷിയുടെ കൂടി പ്രത്യേക താല്പര്യമാണ്. അവിടെയാണ് അവിടെയാണ് ഒന്ന് അവിടെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് രാജ്യവ്യാപകമായി നടത്തുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അതുകൊണ്ട് ബീഹാറാണ് ഇമ്മീഡിയറ്റ് ശ്രദ്ധ എന്ന് നമുക്ക് കരുതാവുന്നത്. ബീഹാറാണ്. അത് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളെ, കാരണം വലിയൊരു ഡിബേറ്റ് നടക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഒരു വലിയ ഡിബേറ്റായി രാജ്യം നടക്കുമ്പോൾ അതിനിടയിൽ നിർണായകമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് കേവലം യാദൃച്ഛികമാണ് ഇതെന്ന് കരുതാനാവില്ല. അത് മാത്രമല്ല, നേരത്തെ സ്മൃതി സൂചിപ്പിച്ച സൂപ്പർ ക്യാബിനറ്റ്, അത്യപൂർവമായി മാത്രമേ അങ്ങനെ ഒരു സൂപ്പർ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കാറുള്ളൂ. ഇന്ന് നടന്ന സൂപ്പർ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട, തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളായിരിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അത് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ പുറത്തു പറഞ്ഞ തീരുമാനം ഇതാണ്. അശ്വിനി വൈഷ്ണവാണത് വിശദീകരിച്ചുകൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിയത്. അതിനർത്ഥം എന്താണ്? ഇവിടെ ജനങ്ങൾ, ഇപ്പം ഭൂരിപക്ഷ വിഭാഗമാണ് ഹിന്ദുമതത്തിന്റെ അവാന്തര വിഭാഗങ്ങൾ. ആ അവാന്തര വിഭാഗങ്ങൾ തമ്മിൽ ചിതറിപ്പോകാതിരിക്കാൻ കാസ്റ്റ് സെൻസസിൽ നിന്നും ഒഴിവായി നിൽക്കുന്നു. ജാതീയമായ ഐഡന്റിറ്റിക്ക് ഉപരിയായ മതപരമായ ഐഡന്റിറ്റി എന്നതാണ് ഒരു ഹിന്ദു സമീപനം. പക്ഷെ അത് പൊളിറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ BJP അതിനോടൊപ്പം അല്ലായിരുന്നു. അങ്ങനെ BJPക്കും RSSനും തമ്മിൽ യോജിക്കാവുന്ന ഒരു മേഖലയിലേക്ക് ഇത് വന്നു. അപ്പൊ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇപ്പോൾ നിർണായകമായൊരു തീരുമാനവുമായി വന്നു എന്ന് വേണം കരുതാൻ. അത് നടപ്പാക്കാൻ എളുപ്പമാണ്. ഈ സമയത്ത് ഒരു വിരോധവും ഉണ്ടാവില്ല, ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല. ഇനി 50%, രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ 50% ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായി നിൽക്കും. അതെങ്ങനെയാണ് നിയമനിർമ്മാണത്തിലൂടെ അത് മറികടക്കാൻ കഴിയുക എന്നതാണ് ഇനിയത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ആ രീതിയിൽ അതിനുള്ളിൽ തന്നെ വിമൻസ് റിസർവേഷൻ എങ്ങനെയാണ് സാധിക്കുക, അങ്ങനെയുള്ള നിറ്റിഗ്രിറ്റീസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജാതി സെൻസസ് ഇപ്പോൾ വന്നതിന് പിന്നിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് 1, 2 രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ജനത ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ഉണ്ടാക്കണം. പ്രതിപക്ഷത്തിനും കൂടി സ്വീകാര്യമാകുന്ന ഒരു നിലപാട് സർക്കാർ എടുത്തു എന്ന് വരണം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ പറഞ്ഞത്. RSS ആദ്യം പറഞ്ഞിരുന്നത് ജാതി സെൻസസിന് സംവരണവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, ജാതി സെൻസസ് ദേശീയ ഐക്യം തകർക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറിയൊരു ഹിന്ദു ഐക്യം എന്നതിലേക്ക്, ഹിന്ദു ഐക്യം, അഖണ്ഡത എന്ന ആശയവുമായി സെൻസസിനെ ബന്ധപ്പെടുത്തുന്ന, ജാതി സെൻസസിനെ ബന്ധപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം RSS നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ തീരുമാനത്തെ കാണാൻ. മാത്രമല്ല, RSS അത് നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അത് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചാരണത്തിലെ പ്രസംഗങ്ങൾ വിഴുങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ നേരെ തിരിച്ചത് നടപ്പാക്കുന്നതിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷമായിരുന്നു ശരി എന്നതിലേക്കും കൂടി അത് എത്തുകയാണ്. തിരിച്ചാൽ ഇതുവരെ മനം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നൊരു വിലയിരുത്തലുണ്ടായി എന്ന് കൂടി മനസ്സിലാക്കേണ്ടേ? അങ്ങനെ നമുക്ക് ആ അനുമാനത്തിൽ എത്താൻ വിഷമാണ്. ബിക്കോസ് ആ സമയത്തുള്ള ചാലഞ്ചസ്, ആ സമയത്തുള്ള സിറ്റുവേഷൻ, ഇപ്പോൾ ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി ത്രെറ്റ് പെർസെപ്ഷനുള്ള സമയത്ത് ഈ പുതിയ ഡൊമൈൻ എക്സ്പേർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് അവരുടെ എക്സ്പെർട്ടീസാണ് വേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി അവരുടെ ഇൻക്രീസ് ചെയ്തിരിക്കുക, അവരുടെ ഈ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുക. അപ്പോൾ ദേ ആർ ഡൊമൈൻ എക്സ്പേർട്സ്. അവർ മോർ ഇൻപുട്സ്, അധികം
ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ല, അറിയാം. റോയുടെ മുൻ ആ മേധാവി സെക്ടറിൽ അലോക് വർക്ക് ജോഷിയെ ചെയ്തവര് ദേശീയ സുരക്ഷാ ആ ഉപദേശക ഏരിയയിൽ സമിതിയുടെ തലവനായി നിയമിച്ചു. അതുകൂടാതെ താങ്കൾ പറഞ്ഞതുപോലെ 6 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മേധാവിയെ തന്നെ മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. യെസ്, അതിനെ പറ്റിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് മൈ പോവ്യൂ. ബിഫോർ സ്മൃതി, ഐ എം വെരി സോറി, ഞാൻ സുജയാന്ന് വിളിച്ചതിന്. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. വെരി സോറി. പക്ഷേ ഞാൻ എനിക്ക് അതിൻ്റെ മേലെ കമൻറ്റ് അടിക്കാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ബിയോണ്ട് മൈ പോവ്യൂ. ഓക്കെ. അല്ല, അപ്പോൾ അങ്ങനെ പറയാമല്ലോ, ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുനഃസംഘടിപ്പിച്ച സംവിധാനം എത്ര ശക്തമായി പ്രവർത്തിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. അതിലേക്ക് വരാമല്ലോ. അത് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അധികം അഡീഷണൽ മെമ്പേഴ്സിനെ ഇട്ടേക്കുന്നത്. എനിക്കറിയാം, 2 മെമ്പേഴ്സിനെ ഞാൻ അറിയും. അത് ദേ ആർ വെരി ക്വാളിഫൈഡ്. അത് കണ്ടുപിടിച്ചിട്ട് ഇവരിനെ വേണമെന്ന് വെച്ചിട്ട് കൂട്ടിയിരുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ അറിയണ കാര്യം. അപ്പോൾ ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പം ഞാൻ പറയണത്, ഇത് ഒരു ഡൊമൈൻ എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് ആ ഫീൽഡ് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ലിമിറ്റഡ് വിഷൻ ആയിരുന്നു, അപ്പോൾ അതിന് ബ്രോഡർ വിഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ കാത്തിരിക്കൂ നമ്മൾ ഈ ചാലഞ്ചിനെ. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, മൾട്ടി ഡയറക്ഷൻ സാധാരണ പൗരന്മാർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, സാധാരണ പൗരന്മാർക്ക് ഏതളവ് വരെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു വരയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് പ്ലാൻ എന്താണ് എന്നുള്ളത് പറയേണ്ടതില്ല, അത് പറയണ്ട. പക്ഷെ എന്നാലും ഏത് രൂപത്തിൽ നമ്മൾ അത് മറുപടി നൽകാൻ പോകുന്നു അതറിയാനുള്ള അവകാശം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കില്ലേ? അത് പറയാതിരിക്കുന്നുണ്ടോ? മാത്രമല്ല, അത് ഈ വിവിധയിടങ്ങളിലെ പ്രസംഗങ്ങളുടെ രൂപത്തിലല്ലല്ലോ വരേണ്ടത്. അതിലൊരു ബ്രീഫിംഗ് വേണം. അത് ജനങ്ങളോട് അറിയിക്കുകയാണ് എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കണം. അത് സംഭവിക്കുന്നില്ല. ഇവിടെ സ്മൃതി, 2-3 പഴഞ്ചൊല്ലുകൾ ഇവിടെ പ്രസക്തമായി വരികയാണ്. ഈ വെൻ ദർ ഇസ് വാർ, ട്രൂത്ത് ഈസ് ദി കാഷ്വാലിറ്റി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. യുദ്ധം നടക്കുമ്പോൾ ആദ്യ രക്തസാക്ഷിയാകുന്നത് സത്യമാണ്. ഇപ്പൊ സത്യമായ കാര്യം, പടയൊരുക്കത്തെക്കുറിച്ചുള്ള കാര്യമാണെങ്കിലും സത്യമായ കാര്യങ്ങൾ അതുപോലെ തന്നെ സമയാസമയം ജനങ്ങളിലേക്ക് അറിയിക്കാൻ ആവില്ല. സുരക്ഷാ കാരണങ്ങളാൽ നമ്മുടെ ദേശീയ താല്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിഘാതമാകുന്ന കാര്യങ്ങൾ അപ്പോൾ സൈനിക നീക്കങ്ങളെക്കുറിച്ച്, സുരക്ഷാ സന്നാഹങ്ങളെക്കുറിച്ച് അറിയിക്കാനാവില്ല. പക്ഷേ നയപരമായി ഭാരതം ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോൾ ഇതാണ് ഞങ്ങളുടെ നയം. ഒരു തിരിച്ചടി കൊടുക്കുക, മാതൃകാപരമായിരിക്കണം, ശക്തമായിരിക്കണം, പ്രതീകാത്മകമായിരിക്കണം എന്നതൊരു നയമാണ്. ആ നയം ക്യാബിനറ്റൊക്കെ എന്ന് പറഞ്ഞ നയരൂപീകരണ സമിതിയാണ്. ക്യാബിനറ്റ് നോക്കണം, പോളിസി മേക്കിംഗ് ബോഡി. ഇപ്പൊ ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതി എടുക്കുന്ന നയ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ പൊതുജനങ്ങളുമായിട്ട് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോരോ നീക്കവും തന്ത്രപ്രധാനമായ രഹസ്യ നീക്കങ്ങൾ സൈന്യത്തിന് മാത്രം അറിയാവുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉന്നത നേതൃത്വത്തോട് മാത്രം ഷെയർ ചെയ്യേണ്ടതുമായ കാര്യമാണ്. അവിടെയാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പ്രാധാന്യം വരുന്നത്. അതിന് തലപ്പത്തെത്തിയിരിക്കുന്ന ആരാണെന്ന് ഓർക്കൂ. അതിന് തലപ്പത്തെത്തിയിരിക്കുന്ന അലോക് ജോഷി ആണ്. മുൻ റോ തലവനാണ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മുൻ തലവനാണ്. ഇതെന്തുകൊണ്ട് പുനഃസംഘടിപ്പിച്ചു എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാത്രമുള്ള ഊഹങ്ങൾ മാത്രമേ എനിക്കുമുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം, ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായി യുദ്ധസന്നാഹവുമായി നീങ്ങുമ്പോൾ ഇന്റലിജൻസ് തന്നെയാണ് പ്രധാനം. അപ്പൊ ഇന്റലിജൻസ് ഗ്യാതറിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി റിപ്പോർട്ട് ചെയ്യുന്ന ബോഡിയാണല്ലോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതിന്റെ മുൻ തലവൻ എന്ന് പറയുമ്പോൾ ഹീ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ഹ്യൂജ് പൈൽസ് ഓഫ് ഇൻഫർമേഷൻ. അതൊരു കാര്യം. ആ സമിതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നത IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ. അവിടെ സ്റ്റേറ്റ് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം ഉൾപ്പെടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചത് ഒരു പരിചയമാക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ നോക്കും. ആർമി പശ്ചാത്തലമുള്ള ബാക്കിയുള്ള ആളുകൾ, ബാക്കി 3 പേർ, ബാക്കി ഒരാൾ വിദേശകാര്യ വിദഗ്ധനാണ്, നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ്. അപ്പൊ എല്ലാ തലത്തിലും എല്ലാ പഴുത്തുകളും അടച്ച് രാഷ്ട്രാന്തര ബന്ധങ്ങളുടെ നയതന്ത്ര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ പ്രയോജനമെടുക്കുകയും അതേസമയം തന്നെ സൈനികമായ നീക്കങ്ങളും അതിർത്തിക്കുള്ളിലുള്ള പോലീസ് നീക്കങ്ങളും എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള സമഗ്രമായ ഒരു സുരക്ഷാ ഉപദേശക സമിതിയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട്
ഇങ്ങനെ ഒരു ഘട്ടത്തിൽ, ഒരു അന്ത്രാള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ന്യായമായ പ്രതികരണം ഉണ്ടാക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചമൂർച്ച വരുത്തിയതിനു ശേഷം ഉചിതമായ കരങ്ങളിൽ ഇൻഫർമേഷൻ എത്തണം. സെലക്റ്റീവായി, സ്മൃതി ചോദ്യത്തിലേക്ക് കൊണ്ട് വരികയാണ്, സെലക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ. ഏത് യുദ്ധത്തിലും, ഏത് പോരാട്ടത്തിലും, ഏത് പ്രത്യാക്രമണത്തിലും തെരഞ്ഞു പിടിച്ച ഷെയർ ചെയ്യാവുന്ന ഇൻഫർമേഷൻ ഉണ്ട്, ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഇൻഫർമേഷൻ ഉണ്ട്. ഷെയർ ചെയ്യാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് വരെ രാജ്യത്തിന്റെ ജനതയുടെ മൊറാൽ, അതായത് ആത്മവീര്യം ഉയർത്തി നിർത്തിക്കൊണ്ട്, സൈന്യത്തിന്റെ ഉൾപ്പെടെ ആത്മവീര്യം ഉയർത്തി നിർത്തിക്കൊണ്ട് ജനകീയ സമ്മർദ്ദം സൈന്യത്തിന്റെ മേലൊരു ഭാരമാകാതെ നോക്കാനുള്ള ചുമതല രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് എന്ന് ഓർക്കണം സ്മൃതി. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഉടച്ചു വാർക്കൽ ഈ യുദ്ധസമയത്ത് അല്ലെങ്കിൽ യുദ്ധസമാനമായ സമയത്ത് മുന്നൊരുക്കമെന്ന രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നു. നയതന്ത്രപരമായ എല്ലാ ടൈറ്റനിങ് ഓഫ് സ്ക്രൂസ് അത് ചെയ്യുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ സംവരണ കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ ഒരു ജാതി സെൻസസിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ചേഞ്ചസ് ആണ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് രാജ്യത്തിന്റെ നയപരമായ കേന്ദ്ര സർക്കാർ എത്തുന്നു എന്ന രൂപത്തിൽ കൂടി അതിനെ വിലയിരുത്താം. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രതികരിച്ചത്. നമുക്കിപ്പോൾ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് അധികം വൈകാതെ തന്നെ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രി റഷ്യ യാത്രയൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് മെയ് 9 അവിടുത്തെ ആഘോഷത്തിൽ വിക്ടറി പരേഡിൽ പങ്കെടുക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ രാജ്നാഥ് സിംഗിനെയാണ് അവിടെ അയക്കുന്നത്. സ്മൃതി, സ്വാഭാവികമല്ലേ? അദ്ദേഹം തൻ്റെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് വന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനമർപ്പിച്ച വലിയൊരു ദൗത്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഇന്നെത്തുന്ന കാര്യം എവിടെയാണ്? കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ രാജ്യം തുടർന്ന നടപടികൾ അതേപടി നടപ്പിലാക്കാനല്ല ഇന്ത്യയിൽ ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിച്ചതും വിശ്വസിച്ചതും. ആ രാജ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന തരത്തിലുള്ള നടപടികളും നിർമ്മാണങ്ങളും നടത്താനുള്ള ബാധ്യതപ്പെട്ട ഒരു ഭരണകൂടമാണുള്ളത്. ആ ഭരണകൂടം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിൽ നിന്ന് വിഭിന്നമായി രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തി. നോക്കൂ, നമ്മളിപ്പോൾ നടക്കുന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ, പണ്ട് കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പതാക ചുട്ടരിക്കാനും പാക് പതാക വീശി കാണിക്കാനുമായിരുന്നു ആളുകൾ മുൻപോട്ട് വന്നിരുന്നത്. മറിച്ച് ഇത്തവണ ഉണ്ടായത് എന്താണ്? രാജ്യത്തിലെ ആരെ ഭിന്നിപ്പിക്കാനാണോ ഭരണകൂടത്തിനെതിരാക്കാനാണോ ഭീകരവാദികൾ ശ്രമിച്ചത്, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്ത് കണ്ടു. രാജ്യത്തിലെ പതാക ഉയർത്തിപ്പിടിക്കുകയും പാക് പതാക ചുട്ടരിക്കുകയും ചെയ്യുന്നത് കാശ്മീരിൽ പതിവായി മാറി. അപ്പം ജനത എന്ത് ചെയ്യുന്നു? ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമർപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. പിന്നെ സ്മൃതി പറഞ്ഞു, ഗവൺമെൻറ് നടപടികളൊക്കെ വ്യക്തമാക്കണ്ടേ? അതിനുള്ള ഉത്തരമാണ് സ്മൃതി ഇന്നത്തെ AICCയുടെ ഒരു പ്രവർത്തകന്മാർക്ക് വേണ്ടി കൊടുത്തയച്ചിരിക്കുന്ന അവരുടെ ഇന്നത്തെ അറിയിപ്പ്. എന്താണ്? ഖാർഗെയുടെ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കർശനമായ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. സ്മൃതി, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചില പ്രതിപക്ഷത്തിൻ്റെയും രാഷ്ട്രീയം മാറ്റിവെച്ച് പറയാം, പാകിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ ആക്താക്കൾ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ വലിയ വാർത്തയായിട്ട് അവർ ചിത്രീകരിക്കുകയാണ്. സ്മൃതി ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ മുമ്പാകെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെയും വിവരങ്ങൾ കൈമാറണമെന്നാണോ? ഭരണകൂടത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയുകയാണോ? ലോകത്തേതെങ്കിലും ഒരു യുദ്ധമുഖത്ത് ഈ തരത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെയും യുദ്ധതന്ത്രങ്ങളും ബഹുജനങ്ങളുമായിട്ടും മാധ്യമങ്ങളുമായിട്ടും പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്താണ്? ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. മാനസികമായി, സാമ്പത്തികമായി, നയതന്ത്രപരമായി. ഇപ്പോൾ തന്നെ അതിൻ്റെ സ്ഫുരണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്ന് ഏത് ആംഗിളിലേക്കാണ്? RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ച. ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, 26 കോടി സ്വയം സേവകരുള്ള ഈ രാജ്യത്തെ വലിയൊരു പ്രസ്ഥാനമാണ് RSS. 18 കോടി അംഗങ്ങളുള്ള BJP അതിനൊപ്പം നിൽക്കുന്നു. 1 കോടി തൊഴിലാളികൾ, 70 ലക്ഷത്തോളം റിട്ടയേർഡ് സൈനികർ, അതിലധികം വിദ്യാർത്ഥികൾ, സമൂഹത്തിന് വിവിധ മേഖലകളിൽ വെച്ചവർ, എന്തിനേറെ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും എന്ന് പറയുന്നതിൽ അവർ അശേഷം മടി കാണിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസ്ഥാനത്തെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ലയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ
അതിനോട് ധാർമ്മികമായിട്ട് അല്പം പോലും യോജിക്കാൻ കഴിയാത്തിരുന്ന ആളുകൾ അവരുടെ ഉപദേശം തേടുക മാത്രമല്ല അവരുടെ സഹകരണം കൂടി തേടിയിട്ടില്ലേ? അപ്പം രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട മുഹൂർത്തത്തിൽ ഇത്തരം വേദികളിൽ ഇത്തരം കാര്യങ്ങളെ വിമർശനാത്മകമായിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രൂപത്തിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്താണ് എന്ന് കൂടി ചിന്തിക്കണ്ടേ? AICCക്ക് പ്രവർത്തകന്മാരോട് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ ശത്രുരാജ്യത്തിന് വേണ്ടിയുള്ള വിവരങ്ങൾ നൽകുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ ജനം എത്രത്തോളം അവർ എതിർത്തതിൻ്റെ പേരിലാണ് അത് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോടൊപ്പം രാജ്യത്തിലെ മുഴുവൻ ജനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് രാജ്യം വിശ്വാസമർപ്പിക്കുന്നു സ്മൃതി ഈ ഭരണകൂടത്തിലും. ആ ഭരണകൂടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോഴുള്ള ഈ കൗൺസിലിന്റെ പുനഃസംഘടനയിൽ നമ്മൾ കണ്ടാൽ മതി. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, കേണൽ സുരേഷ് നാരായണൻ, TP ജയചന്ദ്രൻ, PM നാരായണൻ ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.